ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് അറിയാമോ, നമ്മളിതിനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റുകയാണ്. അതായത് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ വരുന്നത് ഒന്ന് ലാൻഡ് പർച്ചേസ്, ഒന്ന് ഫ്ലാറ്റ് പർച്ചേസ്, 3 നമുക്ക് വില്ലാസ്. ഓക്കെ, ഈ 3ലും നമുക്ക് വാസ്തു പ്രധാനമാണ്. അതെ, ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു 90% ആളുകളും നമ്മുടെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നവര് ഒന്നുകിൽ ഇതിന്റെ ഫ്ലോർ പ്ലാനോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് നോർമലി പർച്ചേസ് ചെയ്യാറുള്ളത്. ഫ്ലാറ്റുകളിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞത് ഒരു വില്ല പ്രൊജക്ട് ആണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ നമുക്ക് എന്ത് ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റ്, ഇപ്പൊ സൗത്ത് ഫേസിങ് ആയിക്കോട്ടെ, ഒരു ഫ്ലാറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് വെച്ചോ, അതിനെ നമുക്ക് സൗത്ത് ഫേസിങ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വളരെ എന്താ പറയാ, നമുക്ക് പീസ്ഫുൾ ആയിട്ടും കുറച്ച് വെൽത്തി ആയിട്ടും ഒക്കെ താമസിക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ സൊല്യൂഷൻ? അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞു തെക്കോട്ട് ദർശനം, സൗത്ത് ഫേസിങ്, തെക്കോട്ട് ദർശനമുള്ള ഫ്ലാറ്റ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ എന്ത് ഷോപ്പ് ആയിക്കോട്ടെ, ഈ തെക്കോട്ട് ദർശനം ഉള്ളപ്പോ തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് കന്നിമൂല ഇരിക്കുന്നത്. ഓക്കെ, തെക്ക് കിഴക്കേ ഭാഗത്താണ് അഗ്നിമൂല ഇരിക്കുന്നത്. ഇവന്മാര് രണ്ടുപേരും പ്രശ്നം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു തത്വം. അതുകൊണ്ടാണ് എന്തിനാ പൊല്ലാപ്പിന് പോണത്, തെക്കോട്ട് വേണ്ട. കാടടച്ച് തെക്ക് വശാണെങ്കിലോ അയ്യോ വേണ്ട എന്നുള്ളത് അങ്ങനെ പറയാണ്. തെക്കോട്ട് ദർശനമുള്ള കുറച്ച് വീതിയാണ്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് വാതിൽ വന്നു കഴിഞ്ഞാൽ കന്നിമൂല ഓപ്പൺ ആവും. കന്നിമൂല തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ദ്രവ്യം, അതായത് നമ്മുടെ അസറ്റ്സ് ഒന്നും ഇരിക്കത്തില്ല. പിന്നെ മൂത്ത സന്താനത്തിന് കുഴപ്പം വരും. അപ്പൊ കന്നിമൂലയെ എല്ലാവർക്കും ഭയമാണ്, അല്ലെങ്കിൽ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ ആ തെക്കോട്ട് ദർശനം ഉള്ളപ്പോ ഈ ഫ്രണ്ടില് ഇവര് രണ്ടുപേരും കയറി വരും. കന്നിമൂലയും വരും, അഗ്നിമൂലയും വരും. അഗ്നിമൂലയില് വാതിൽ വെച്ചാലും പ്രശ്നമാണ്, അടിപിടി കേസും കൂട്ടവും. അഗ്നിമൂലയില് വീട് വെച്ച് അല്ലെങ്കിൽ ഡോറ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹാബിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില ആളുകള് ഉറക്കമായിരിക്കും, ചില ആളുകള് ഫോൺ നോക്കലായിരിക്കും, ചില ആളുകൾ മുറുക്കലായിരിക്കും, ചിലപ്പോൾ ബീഡി വലിക്കുക, അല്ലെങ്കിൽ കള്ളുകുടിക്കുക, അല്ലെങ്കിൽ വാട്ടവർ എന്തൊക്കെയാണോ അത് അവർക്ക് കൺട്രോൾ ചെയ്ത് അവർക്ക് സാമാന്യ നിലയിലേക്ക് എത്താനേ സാധിക്കില്ല. അതുപോലെ തന്നെ കുടുംബ ഛിദ്രം ഉണ്ടാവും, പരസ്പര വിശ്വാസം, ധാരണ ഒന്നും ഉണ്ടാവില്ല. ഇത് ഈ തെക്ക് കിഴക്കേ ഭാഗം ഓപ്പൺ ആയാൽ അവിടെ മെയിൻ ഡോർ വന്നാലുള്ള കുഴപ്പമാണ്. അപ്പൊ ഏറ്റവും വലിയ കുഴപ്പമുള്ള 2 ഭാഗങ്ങൾ തെക്ക് കിഴക്കേ മൂലയും തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഇത് രണ്ടും തെക്കോട്ടല്ലേ ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ആളുകൾ അയ്യോ തെക്കാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നത്. ഇതിന് എന്താണ് സൊല്യൂഷൻ നമുക്ക് പറയാം? ഇതിനെ കറക്റ്റ് ആക്കാൻ പറ്റും. ഇതിന്റെ തെക്ക് പടിഞ്ഞാറേ ഡോർ എടുത്ത് സെൻട്രലിലേക്ക് വെക്കാം. ഓർ തെക്ക് കിഴക്കാണ് ഡോറെങ്കിൽ അതിനെടുത്ത് സെൻട്രലിലേക്ക് വെക്കാം. പ്രശ്നം കഴിഞ്ഞു. അപ്പോ ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരണം എന്നുള്ളതാണ്. കുടുംബനാഥനും നാഥയും അവിടെ ശയിക്കണം. അവിടെ കൂടുതൽ വാല്യൂസ് വെക്കണം, ഏറ്റവും വെയിറ്റ് ഉള്ള സ്ഥലം അവിടെ വേണം. ഇതൊക്കെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിനനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അവർക്ക് എന്താ പ്രശ്നം? നമ്മളൊരു വീട് വെച്ചു, വാസ്തു ഒക്കെ കറക്റ്റ് ചെയ്തു, എല്ലാം ശരിയാക്കി, ലാൻഡ് ടാക്സ് കൊടുക്കാതെ ബിൽഡിംഗ് ടാക്സ് കൊടുക്കാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. എത്ര ദിവസം താമസിക്കും? അപ്പൊ ഇത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം? നമ്മൾ താമസിക്കുന്നോണ്ട്. അത്രേ ഉള്ളൂ. അതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി. ഈ വാസ്തു ഒക്കെ ശരിയാക്കിയാലും ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവര് വരില്ല, കറണ്ട് അപ്പൊ ഒരിക്കലും പോവില്ലേ? കൃത്യമായി കറണ്ട് ചാർജ് കൊടുത്തോണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് TV കാണുമോ, സിനിമ അല്ലെങ്കിൽ വേറെ എന്ത് കണ്ടാലും അവർക്കെന്താ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതാണ് നമുക്കത് മെയിൻലി അറിയേണ്ട ഒരു കാര്യം. അത് പിന്നെ നമുക്ക് ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന്റെ അളവുകള്, ചില പ്ലോട്ടുകളെല്ലാം ഒരു സൈസ് ആയിരിക്കില്ല. ചിലപ്പോൾ ഫ്രണ്ടേജ് ഉള്ളതുണ്ടാവും, ഫ്രണ്ടേജ് കുറഞ്ഞതുണ്ടാവും, ചിലപ്പോൾ ത്രികോണ ഷേപ്പിലായിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ പറയാറുണ്ട് അത് എടുക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ മേളിന് ചിലപ്പോൾ താഴെ ആയിരിക്കും ഭൂമി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഹൈറ്റിലായിരിക്കും. പല ടൈപ്പാണ് നമ്മുടെ ഭൂമിയുടെ ഘടന, അങ്ങനെയാണല്ലോ. അപ്പൊ അതായത് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതായത് വാസ്തുശാസ്ത്രം പറയുന്നത് വടക്ക് കിഴക്കോട്ട് ചാഞ്ഞ്, വടക്കും കിഴക്കും ചാഞ്ഞ്, തെക്കും പടിഞ്ഞാറും ഉയർന്ന ഭൂമി. അപ്പോ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഉയർന്നിട്ട് ഈശാനമൂല എന്ന് പറയുന്ന വടക്ക് കിഴക്കോട്ട് ഒരു ചെറിയ ചായ്വുള്ള ഒരു ഭൂമി കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് ശാസ്ത്രവിധി പ്രകാരം, വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീട് വെച്ചാൽ 10 തലമുറയാണ് അവിടത്തെ മിനിമം ഗ്യാരണ്ടി. ശരി. എങ്ങനെ? സമ്പൽ സമൃദ്ധിയോടുകൂടി, പരമ്പരകളോടുകൂടി 10 തലമുറ. അപ്പൊ എത്രേ? ഒരു തലമുറ 100 കൊല്ലം. 1000 കൊല്ലമാണ് ഒരു വീടിന്റെ
ഇത് പറയും. അങ്ങനെയുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഗുജറാത്ത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ പോയി, അങ്ങനെയൊക്കെയുള്ള പഴയ വീടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിൽക്കുവാണ്, ഒരു ഇളക്കോ ഒന്നും പറ്റിയിട്ടില്ല. പഴയ രാജകൊട്ടാരങ്ങളൊക്കെ നമ്മൾ പഴയ രാജകൊട്ടാരമാണ് ഇപ്പോഴത്തെ ഗുജറാത്തിലെ ഒരു കളക്ടർ ബംഗ്ലാവ്. മനസ്സിലായോ? അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ അതിന്റെ ഭിത്തിക്കൊക്കെ ഒരു 3 അടി കനമാണ് പോയിരിക്കുന്നത്, അതിന്റെ ഹൈറ്റും. അങ്ങനെയൊക്കെ വാസ്തുശാസ്ത്ര പ്രകാരം പണ്ട് രാജാക്കന്മാർ ഇതെല്ലാം നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അവര് ചെയ്തുകൊണ്ട് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായി. യാതൊരു കടക്കോ ശാസ്ത്രമോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു പാലം പണിയാണ്. ആ പാലത്തിന് എത്രയോ പാലങ്ങളുണ്ട്, ഒരു ഷേപ്പും ഇല്ലാതെ. റോഡ് എവിടെ കിടക്കണോ പാലം, അതിനൊരു ശാസ്ത്രീയത ഇല്ലാതെ പണിയുന്നോണ്ടാണ് ബുദ്ധിമുട്ട്. ഇതെല്ലാം ശരിക്കും സയൻസും അതുപോലെ മാത്തമാറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആണ് ഇത്, അല്ലേ? ആണ്. അല്ലാതെ ഇതൊരു ഒരാളുണ്ടാക്കുന്ന ആണ്. അത് പറയാതെ വയ്യ, ആരെന്ത് വിചാരിച്ചാലും പറയാതെ വയ്യ. വയറ്റിലെ പാലം നോക്കൂ. വയറ്റിലെ പാലം പണിതിട്ട് ദുരിതം കുറയുകയാണോ ചെയ്തോ കൂടുകയാണോ ചെയ്തത്? ദുരിതം കൂടി. അത് ശാസ്ത്രീയമാണോ? അല്ല. അതങ്ങനെയല്ല പണിയേണ്ടതെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ലേ? ആ മേഖലയിൽ അറിവുള്ള പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നമ്മളത് കേട്ടോ? ഇന്നും നമ്മൾ അനുഭവിക്കുകയല്ലേ? അത് റൗണ്ടായിരുന്നെങ്കിലോ പ്രശ്നമില്ലായിരുന്നു എന്ന് പറയുന്ന പോലെ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ശാസ്ത്രീയമായി ചെയ്താൽ അവിടത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ആണ് ചെയ്യേണ്ടത്. വേറെ ഒരു രാജ്യത്തിലെ തത്വം ഇവിടെ ആപ്ലിക്കബിൾ ആയാൽ പറ്റില്ല. അതെ, ഇവിടെ മഴക്കാലം കൂടുതലാണ്, നമ്മുടെ ഭൂമിയുടെ മണ്ണിന്റെ ഘടനയൊക്കെ നോക്കണ്ടേ? വ്യത്യാസമുണ്ട്. അപ്പോ വില്ലയാണെങ്കിലും ശരി, ഫ്ലാറ്റ് ആണെങ്കിലും ശരി, ഇൻഡിപെൻഡന്റ് വീടാണെങ്കിലും ശരി, ആ പറമ്പ് അനുസരിച്ച് എന്നോട് ചോദിച്ച ചോദ്യത്തില് ത്രികോണമായിട്ട് സ്ഥലം വരുവാണെങ്കിലും ഇപ്പൊ ഒരു 10, 15 അല്ലെങ്കിൽ 20 സെന്റ് സ്ഥലം ത്രികോണമായിട്ട് വരുവാണ്. അങ്ങനെ വന്നാൽ ഈ മൊത്തം പറമ്പിനെ നമ്മൾ പുരയിടമാക്കി തിരിക്കും. പുര വെക്കുന്ന ഇടം ഒന്നുമില്ലെങ്കിൽ ദീർഘചതുരമോ അല്ലെങ്കിൽ ചതുരമോ ആയിരിക്കണം. അങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം പറയാം. ഒരു പുരയ്ക്ക് അല്ലെങ്കിൽ ഒരു പുരയിടത്തിന് 4 മൂല വേണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉത്തമമാണ്. അപ്പൊ അതിനെ നമ്മൾ അവിടെ തിരിക്കും. അതായത് ഇപ്പോ ഷേപ്പ്ലെസ് ആയിട്ടുള്ള പല ഷേപ്പ്, ഇപ്പൊ എല്ലാ ഭൂമിയും ചതുരായിരിക്കണമെന്നില്ല. അങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഭൂമിയുണ്ട്. നമുക്കൊരു 10, 20 സെന്റ് സ്ഥലം വരുന്നു. ആ 20 സെന്റ് സ്ഥലത്തിൽ നമ്മൾ വീട് വെക്കില്ല. ഇല്ല, പാർക്കിംഗ് കൊടുക്കണം, വേറെ പല ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ അതിന്റെ മെയിൻ ഗേറ്റ് കാര്യം. അപ്പോ നമുക്ക് ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഭൂമിയെ, ആ ഭൂമിയെ നമുക്ക് പുരയിടമാക്കി തിരിക്കാം. ആദ്യം തന്നെ അതിന്റെ ഉള്ളില് ഇങ്ങനെ ത്രികോണത്തിലോ എങ്ങനെയെങ്കിലും ഇരിക്കുന്ന അതിനകത്ത് നമ്മള് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക്, ഇപ്പൊ റോഡ് പോകുന്നത് വടക്ക് കിഴക്കായിട്ട് റോഡ് പോവാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് റോഡ് പോകുന്നു. നമുക്ക് തെക്കോട്ട് ദർശനമുള്ള പറമ്പാണ് നമ്മുടെ കയ്യില്, അല്ലേ? നമ്മുടെ റോഡ് തെക്ക് വശത്താ, അങ്ങോട്ടല്ലേ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. റോഡിന് എതിരായിട്ട് വീട് അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ തെക്കോട്ട് ദർശനമുള്ള വീട് വെക്കുമ്പോ ആ തെക്ക് എന്ന് പറയുന്ന ദിക്കുണ്ടല്ലോ, ദിക്കിനെ കറക്റ്റ് ട്രൂ സൗത്ത് ആക്കണം. നേരെ തെക്കോട്ട്, തെക്ക് കിഴക്കോട്ട് വീട് ചെരിയരുത്, തെക്ക് പടിഞ്ഞാട്ട് വീട് ചെരിയരുത്. സ്ട്രെയിറ്റ് ആയിട്ട്. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇതത് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. തെക്കോട്ടാണെങ്കിൽ നേരെ തെക്കോട്ട്, വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട്, കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട്, പടിഞ്ഞാട്ടാണെങ്കിൽ പടിഞ്ഞാട്ട്. പക്ഷെ വിധിക്കിലേക്ക് വെക്കരുത്. ദിക്കും വിധിക്കും ഉണ്ട്. ഇപ്പൊ കിഴക്ക് തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെയല്ലേ പോകുന്നത്. തെക്കും പടിഞ്ഞാറും കൂടി കൂട്ടി മുട്ടുന്നതിന് വിധിക്കുന്ന പറയാം. അങ്ങോട്ട് ദർശനം വെക്കരുത്. അത് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 10-25 സെന്റ് സ്ഥലമുണ്ട്. നമ്മുടെ ആധാരം ചെയ്തപ്പോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചപ്പോ നമുക്ക് കിട്ടി. ആ കിട്ടിയത് തെക്കോട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കണ്ടേ? വേറെ ഇത് കൊടുത്ത് വേറെ അങ്ങോട്ട് പോകാൻ നമ്മുടെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ഇഷ്ടമില്ല. നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെ കിടക്കുന്നു, ഓരോരുത്തർ ഇഷ്ടമല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തെക്ക് വശത്തേക്ക് ദർശനമുള്ളതിനെ നമ്മൾ തെക്കോട്ടായിട്ട് തെക്കിനി എന്നുള്ള കണക്കെടുത്തിട്ട് നേരെ തെക്കോട്ട് ട്രൂ സൗത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അതിന് കന്നിമൂലയ്ക്ക് മാസ്റ്റർ ബെഡ്റൂം ചെയ്യാനുള്ളതും അപ്പുറത്തെ അടുക്കളയ്ക്കുള്ള അഗ്നിമൂലയ്ക്ക് അടുക്കള ചെയ്യാനുള്ളതുമായിട്ടുള്ള റൂം പണിയാനായിട്ടുള്ള സ്ഥലം വിടണം. ബാക്കി സെൻട്രലൈസ് ചെയ്തിട്ട് മെയിൻ ഡോർ വെക്കണം. മനസ്സിലായി? ഇത്രയുള്ള കാര്യം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. എന്തോരം തെക്കോട്ട് ദർശനമുള്ള എത്രയോ കോടീശ്വരന്മാരുണ്ട്.